കർമ്മോജ്വലമായ പ്രവർത്തന വൈഭവം കൊണ്ട് കാലാതിവർത്തിയായ യുഗപുരുഷനായി മാറിയ മഹത് വ്യക്തിത്വമാണ് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനെന്ന് വൈക്കം താലൂക്ക് NSS യൂണിയൻ ചെയർമാൻ PGM നായർ കാരിക്കോട്. 55ാമത് മന്നം സമാധി ദിനത്തോടനുബന്ധിച്ച് വൈക്കം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ സമാധി ദിനാചരണത്തിൽ മന്നം അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈക്കം വലിയ കവലയിലെ മന്നം പ്രതിമാ സമുച്ചയത്തിൽ രാവിലെ 6-ന് യൂണിയൻ ചെയർമാൻ ഭദ്രദീപം കൊളുത്തിയതോടെ സമാധി ദിനാചരണത്തിന് തുടക്കമായി. ചങ്ങനാശ്ശേരിയിൽ ജനിക്കുകയും അദ്ദേഹത്തിൻ്റെ കർമ്മജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന ചരിത്രമായി എക്കാലവും രേഖപ്പെടുത്തുന്നത് 1924 വൈക്കത്ത് നടന്ന സവർണജാഥയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ചരിത്രത്തിൽ അന്ന് മാത്രമല്ല ഇന്നും ഒരുപക്ഷെ ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സമരമായിരുന്നു അദ്ദേഹം നയിച്ചത്. മറ്റ് സമുദായങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ സമുദായത്തിൽ പെടാത്ത മറ്റൊരു സമുദായത്തിൻ്റെ നേതാവ് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സമരത്തിന് ഇന്നേ വരെ നേതൃത്വം നൽകിയിട്ടുണ്ട് എങ്കിൽ 1924 മന്നത്താചാര്യൻ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കത്തിൻ്റെ പുണ്യഭൂമിയിൽ നിന്നും ചരിത്രത്തിൻ്റെ ഏടുകളിൽ എക്കാലവും തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന മഹായാത്ര അനന്തപുരിയിലേക്ക് നയിച്ച സവർണജാഥ മാത്രമാണ്. സമാധി സമയമായ 11:45-ന് പ്രതിജ്ഞ പുതുക്കി പരിപാടികൾ സമാപിച്ചു. പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിന് വേണ്ട ന്യായമായ കരുതലോടുകൂടിയും ഞാൻ ജീവിച്ചു കൊള്ളാം. വൈക്കം താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള 97 കരയോഗങ്ങളിലും സമാധി സമുചിതമായി ആചരിച്ചു. സമാധിയോടനുബന്ധിച്ച് പുഷ്പാർച്ചന, ഉപവാസം, കീർത്തനാലാപനം, നാരായണീയ പാരായണം, ഭജൻ, അനുസ്മരണ പ്രഭാഷണം തുടങ്ങിയവ നടത്തി. താലൂക്ക് തല പരിപാടികൾക്ക് യൂണിയൻ വൈസ് ചെയർമാൻ P. വേണുഗോപാൽ, സെക്രട്ടറി അഖിൽ R. നായർ, അഡീഷണൽ ഇൻസ്പെക്ടർ S. മുരുകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ ശ്രീ PT. സുഭാഷ്, പ്രതിപക്ഷ നേതാവ് ഹരിദാസൻ നായർ, അബ്ദുൾ സലാം റാവുത്തർ, V. സമ്പത് കുമാർ, PR. സുഭാഷ് തുടങ്ങി ഒട്ടേറെ പേർ സ്മരണ പുതുക്കാൻ വൈക്കം വലിയ കവലയിൽ എത്തിച്ചേർന്നിരുന്നു. വിഷൻ ന്യൂസ്, വൈക്കം.